മാനസാന്തരത്തിന്റെ പടവുകൾ. മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാറശാല സ്വദേശി സഞ്ചാര സുവിശേഷകൻ ധർമ്മരാജിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. എൻ്റെ സ്വദേശം ഞാൻ എൻ്റെ ബാല്യകാലം കഴിച്ചു കൂട്ടിയത് പാറശാലയ്ക്കടുത്ത് മുള്ളുവിള സമുദായപ്പറ്റ് കോളനി എന്നറിയ സ്ഥലത്താണ്. എൻ്റെ ജന്മസ്ഥലവും വളർന്ന സ്ഥലമൊക്കെ അവിടെ ആയിരുന്നു. എന്നാൽ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് എൻ്റെ പിതാവ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ 3 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പനെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ എൻ്റെ ബാല്യകാലം വളരെ കഷ്ടവും ദുഃഖവും നിരാശയും നിറഞ്ഞ ലോകജീവിതത്തിലായിരുന്നു ഞാൻ വളർന്നത്. എന്നാൽ ആ കഷ്ടതയുടെ നടുവിലും ദൈവം എന്നെ നടത്തി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാൽ ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടതെല്ലാം ഒരുക്കുമെന്ന് ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് അനുഭവിപ്പാനും അറിയുവാനും കർത്താവ് കൃപ ചെയ്തു. എന്നാൽ ഞാൻ ഈ സാക്ഷ്യത്തിന് ഒരു മുന്നോടിയുണ്ട്. ഞാൻ ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ 27 വയസ്സ് പ്രായത്തിന് മുമ്പ് ഉള്ള കാലഘട്ടങ്ങളിൽ എനിക്ക് മാന്യമായി എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ കഷ്ടത അനുഭവിച്ചുവെങ്കിലും എന്നാൽ ജീവിതത്തിനകത്ത് ആരെയും ചെറുപ്പം പോലെ അനുസരണശീലമില്ലാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ ആരെയും പറഞ്ഞാൽ അനുസരിക്കാത്തൊരു അനുസരണശീലമില്ലാത്തൊരു വ്യക്തിയായി വളർന്നു. ബാല്യകാലത്ത് തന്നെ ഞാൻ എൻ്റെ മാമൻ്റെ ഭവനത്തിൽ നിന്നാണ് വളർന്നത്. എൻ്റെ അമ്മയ്ക്ക് ഏക മകനാണ്. എനിക്ക് വേറെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം ആ ദേശത്ത് താമസിക്കുമ്പോൾ പാറശാല എന്ന ദേശത്ത് താമസിക്കുന്ന ഒരു കോളനി ഏരിയയാണ്. ആ ദേശത്ത് ഒരിക്കലും 15-16 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിക്ക് ആ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ് ആ സാഹചര്യം, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ആ സ്ഥാനത്ത് വളരുമ്പോൾ എനിക്ക് എൻ്റെ ബാല്യത്ത് തന്നെ വളരെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് ആ ബാല്യകാലത്ത് തന്നെ കഷ്ടം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എനിക്ക് എൻ്റെ ആ ദേശത്ത് ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്ക് ഉപജനമാർഗത്തിൻ്റെ വഴിയോടെ ബാല്യകാലം ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഭവനത്തിനകത്ത് എനിക്ക് ആരുടെ മുമ്പിൽ ലജ്ജിതനായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നില്ല. എന്നാൽ രഹസ്യമായിട്ട് ഞാൻ മദ്യപിക്കാൻ തുടങ്ങി. ചെറുപ്പത്തിൽ തന്നെ മദ്യപാനശീലം എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ആരും അറിയണമെന്ന് ആഗ്രഹമില്ല. എന്നാൽ ആരും അറിയാതെ ഞാൻ നില 15 വയസ്സ് പ്രായം മുതൽ രഹസ്യമായിട്ട് മദ്യപിക്കാൻ തുടങ്ങി. മദ്യത്തിന് അടിമയായി എനിക്ക് ജീവിക്കേണ്ട സാഹചര്യം വന്നു. എന്നാൽ ബാല്യകാലത്തിൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടവർ അവരെന്നെ ഉപദേശിച്ചാൽ ഞാൻ ഉപദേശം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ഹൈന്ദവ പാരമ്പര്യ വിശ്വാസ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ധർമ്മരാജ് നേരിടേണ്ടി വന്ന നിരന്തരമായ പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിലായിരുന്നു വിശ്വാസ ജീവിതം ആരംഭിച്ചത്. എന്നാൽ എൻ്റെ 15 വയസ്സ് പ്രായം ആയപ്പോൾ എനിക്ക് ജോലി ആശാരിപ്പണിയാണ്. 18 വയസ്സ് പ്രായമായപ്പോൾ ജോലി പഠിക്കണമെന്ന താല്പര്യത്തിൽ വിവിധ ജോലികൾ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ആശാരിപ്പണി പഠിക്കാൻ താല്പര്യം തോന്നുന്നു. ആശാരിപ്പണി എന്ന തൊഴിൽ പഠിക്കുവാൻ വേണ്ടി ഞാൻ പോകുമിടയായിത്തീർന്നു. എന്നാൽ എൻ്റെ ആ ബാല്യകാലത്ത് ആ ജോലി മേഖലയിലായിരിക്കുമ്പോൾ
ആ ദേശത്ത് താമസിക്കുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് ആ ദേശത്ത് താമസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും വെല്ലുവിളികളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എനിക്ക് ബാല്യകാലം മുതൽ തന്നെ ഈ ആത്മീയ ഞാൻ എൻ്റെ പിതാവ് ഒരു ഹൈന്ദവനായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അല്ല. ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു ഫാമിലി ജനിച്ച് വളർന്നപ്പെട്ട ആളല്ല ഞാൻ. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് 10 വയസ്സ് പ്രായത്തിന് മുമ്പേയൊക്കെ തന്നെ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു എങ്കിലും ദൈവമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. പള്ളിയിൽ പോകുന്നുവെങ്കിലും പള്ളിയുമായിട്ടോ ബൈബിളുമായിട്ടോ വായിക്കാനോ എടുക്കാനോ പ്രാർത്ഥിക്കാനോ ഞാൻ തയ്യാറാത്തൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ പള്ളിയിൽ പോകുമ്പോൾ തന്നെയും ഞാൻ ദൈവത്തിന് ഗീതാപില്ലാത്ത അനേക കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ രഹസ്യമായിട്ട് മദ്യപിക്കുന്ന എൻ്റെ ശീലമായിട്ട് മാറി. ആരുടെയും മുമ്പിൽ എനിക്ക് മദ്യപിച്ച് ലക്കില്ല നടക്കണമെന്ന് ഇഷ്ടമല്ല. പലരുടെയും ഞാൻ മദ്യപിച്ച് നടക്കുമ്പോൾ തന്നെ പലരെയും ഞാൻ വഴക്ക് പറയാറുണ്ട്. ഞാൻ രഹസ്യമായിട്ട് മദ്യപിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും ആരും അറിയാതെ എനിക്ക് രഹസ്യം ചെയ്യുന്ന ചിന്താഗതിയുള്ള മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ ആ പാറശാല പ്രദേശങ്ങളിൽ താമസിക്കുമ്പോൾ ആ നിലവാരത്തിലെ എൻ്റെ ജീവിത സാഹചര്യം. പിന്നത്തേതിൽ ഞാൻ ഒരിക്കലും ആ കാലഘട്ടങ്ങളിൽ എനിക്ക് പല സാഹചര്യങ്ങളിലും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ അവസരം സുവിശേഷം പറഞ്ഞ അനേകർ എൻ്റെ സഹോദരൻ, എൻ്റെ കൂടെ എൻ്റെ ബാല്യകാല സുഹൃത്ത്, ഞാൻ ആശാരിപ്പണി പഠിച്ച് ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. എൻ്റെ കൂടെ 2 ദിവസക്കാലം ജോലിക്ക് വന്നു. 3ാമത്തെ ദിവസം എന്നോട് ആ സഹോദരൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷയെ സ്വീകരിക്കണം, യേശുവാണ് ലോകരക്ഷകൻ എന്നൊക്കെ എന്നെ സുവിശേഷം പറയാണ്. ഞാൻ CSI പള്ളിയിലെ ആക്റ്റീവ് മെമ്പറാണ്. ആ സമയത്ത് തന്നെ CSI സമുദായപ്പറ്റ സഭയിലെ ആക്റ്റീവ് മെമ്പറായിട്ട് തന്നെ ഞാൻ സേവനം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നും വചനത്തിന് എല്ലാത്തിനും വിരുദ്ധമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് ഈ സഹോദരൻ വന്ന് ഞാൻ പള്ളിയിൽ പോകും, ഞായറാഴ്ച ദിവസം എല്ലാ ഞായറാഴ്ചയും ആരാധനയിൽ പോകും, ആരാധന കഴിഞ്ഞ് അരുതാത്ത കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ആ ദുലോകത്ത് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ സഹോദരൻ എന്നോട് വന്ന് ജോലിക്ക് 2 ദിവസക്കാലം എന്നോട് ജോലിക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞ് സുവിശേഷം പറയാൻ ഇടയായിത്തീർന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജോലിക്ക് വന്നാൽ ജോലി ചെയ്യണം, ഞാൻ എൻ്റെ സുവിശേഷം കേൾക്കാനുള്ള, നീ ജോലിക്ക് വന്നാൽ കൂലി വാങ്ങിക്കുക പൊയ്ക്കുള്ളൂ, അതിനപ്പുറത്തൊരു പോയിന്റ് പറയാൻ പാടില്ല എന്ന് അദ്ദേഹത്തെ ഷൗട്ട് ചെയ്തു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് അണ്ണാ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഈ യേശു ആരെന്ന് നിങ്ങൾ അറിയും, അറിയുന്നൊരു കാലം വരും എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് എൻ്റെ ടൂൾസുമായിട്ട് എടുത്ത് താൻ പോകുകയിടയായിത്തീർന്നു. ഞാനത് പറഞ്ഞ വാക്ക് വലിയ ഗണ്യമാക്കിയില്ല. ഞാൻ എൻ്റെ ഈ പാപപ്രവൃത്തി ഒന്നും വിട്ടുമാറാതെ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ മദ്യം വാങ്ങിക്കൊണ്ടുവച്ച് കുടിക്കാൻ തുറന്നു വയ്ക്കുമ്പോൾ എന്നോടൊരു മനുഷ്യൻ പറയുന്നൊരു ശബ്ദം കേട്ടു: നീ ഇന്ന് രഹസ്യമായി ചെയ്യുന്നത് പരസ്യമായി പറയുന്നൊരു കാലം വരും, ഓർത്തിരിക്കുക എന്നൊരു ശബ്ദം കേട്ടു. ഈ ശബ്ദത്തിന് ഞാൻ ഗണ്യമാക്കിയില്ല. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞു എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ചയില്ല, ഒരു നന്മയില്ല. ജീവിതത്തിൽ എല്ലാ പടികളും പരാജയം മാത്രമേ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ദേശത്ത് ഞാൻ താമസിക്കുമ്പോൾ, പാറശാല എന്ന പ്രദേശത്ത് ഞാൻ താമസിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. CSI പള്ളിയിൽ ഞങ്ങൾ ആക്റ്റീവ് മെമ്പറായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിന് ഒറീസ മിഷണറി പ്രവർത്തനത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എഴുതാനും വായിക്കാനും അറിയത്തില്ല, ബൈബിൾ വായിക്കാൻ അറിയത്തില്ല, ഞാൻ എങ്ങനെ സുവിശേഷ വേല ചെയ്യും? എൻ്റെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറി. അകത്ത് ആഗ്രഹമുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ 4 പേരുടെ മുന്നിൽ നിന്ന് ഒറ്റവാക്കിൽ സംസാരിക്കാൻ കഴിയരുത്. ഞാൻ 4 പേർ ഒരുമിച്ച് നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മുട്ട് വിറയ്ക്കും. എന്നാൽ അത്ര മാത്രമേ എൻ്റെ മരക്കെട്ടി ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് ആഗ്രഹമുണ്ട് സുവിശേഷ വേല ചെയ്യണമെന്ന്. എന്നാൽ അതിനുള്ള കഴിവോ വിദ്യാഭ്യാസമോ യോഗ്യത എനിക്കില്ല. ഇതെന്നെ ഭരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ എഴുതി എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് ഇതിനകത്ത് എഴുതി ഞാൻ മടക്കി വെച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. എനിക്ക് ആ ദേശത്തായിരിക്കുമ്പോൾ തന്നെ ഇത്തിരി പ്രതികൂലങ്ങളും വന്നു. എന്നാലൊരു സുപ്രഭാതത്ത് എനിക്ക് ആ ദേശത്ത് വെച്ച് തന്നെ വിവാഹം കഴിഞ്ഞു. ആ ദേശത്ത് പാറശാല പ്രദേശത്ത് വെച്ച് തന്നെ ഞാൻ വിവാഹം കഴിഞ്ഞു. ആ ദേശത്ത് നിന്ന് എനിക്ക് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നെയ്യാറ്റിൻകര പെരുവീട് എന്ന സ്ഥലത്തേക്ക് താമസം മാറി വേണ്ട സാഹചര്യം വന്നു. എന്നാൽ ആ ദേശത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ആ ദേശത്ത് ദേശത്തോട്ട് ഓടി. എന്നാൽ പെരുമ്പഴിയൂർ എന്ന സ്ഥലത്ത് വരുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യയുമായിട്ട് ഇവിടെ വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മകനാണെങ്കിൽ എൻ്റെ അമ്മ വിശ്വാസത്തിലായിരുന്നില്ല. ഞങ്ങളാരും വിശ്വാസ ജീവിതത്തിൽ ആയിരുന്നില്ല. എന്നാൽ ഈ ദേശത്ത് വരുവാനിടയായിത്തീർന്നു. എന്നാൽ എൻ്റെ ഈ പെരുമ്പഴി പ്രദേശത്ത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ വരുമ്പോൾ ആ ദേശത്ത് താമസിച്ച് 1 മാസം ആയപ്പോൾ എൻ്റെ വീട്ടിനടുത്തുകൂടെ ഒരു പ്രായമുള്ള ലൈസമ്മ മാതാവ് എന്നൊരു അമ്മച്ചി, ആ മാതാവ് ദേശത്ത് ഒക്കെയും
വീടാന്തോറും ഏറി ഇറങ്ങി സുവിശേഷം അറിയിക്കുകയും പ്രാർത്ഥിക്കുന്ന മാതാവായിരുന്നു. എൻ്റെ ഭാര്യ മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞ കാര്യം വീട്ടുമുറ്റത്ത് അമ്മച്ചി വന്നിട്ട് ചോദിച്ചു, ഞാൻ വീട്ടിൽ കയറിക്കോട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോ? കാര്യം അമ്മച്ചി അവിടെ അല്പസമയം ഇരുന്നു. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. അവരുടെ പുള്ളിക്കാരൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് അമ്മച്ചി മടങ്ങിപ്പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അമ്മച്ചി പിന്നെയും ആ ഭവനത്തിനകത്ത് വന്നു. അമ്മച്ചി പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ ആദ്യമായി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ വരുന്നത് എൻ്റെ മാവനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്. എന്നാൽ ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഭാഗത്ത് വരുമ്പോൾ ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ഒരു മനുഷ്യൻ വെറുപ്പായിട്ട് തോന്നിയപ്പോൾ ജ്യേഷ്ഠനെ ഞാൻ ഒത്തിരി അസഭ്യം പറയുകയും വഴക്കുറയും. എന്നാൽ ജ്യേഷ്ഠനെ കൂടി എനിക്ക് ഏറ്റവും പേടിയുള്ള മനുഷ്യനാണ് എൻ്റെ ജ്യേഷ്ഠൻ. എന്നാൽ ആ ജ്യേഷ്ഠൻ പിന്നെ പേടിയാണെങ്കിലും എന്നാൽ ആ യഥാർത്ഥത്തിൽ ഞാൻ ചേട്ടനെ വഴക്ക് പറയായിട്ടായിട്ട് നീ എന്താ മീശയും ഒക്കെ എടുത്ത് ഇങ്ങനെ ക്ലീൻ ഷേവും ചെയ്ത് നടക്കുന്നത്, നിനക്ക് മീശ വെച്ച് കടന്നുകൂടി കളിയാക്കിയിട്ടുണ്ട്. എന്നാലും ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ഈ ഒരു അവസ്ഥ വരും, ഇത് ഞാൻ കാണുന്ന കാലം വരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാനത് വലിയ ഗണ്യമാക്കിയില്ല. ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചേട്ടൻ പറഞ്ഞ് മാറിപ്പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഒരിക്കലും ഞാനൊരു ആത്മീയ ജീവിതത്തിൽ വരുവാനോ എന്തൊക്കെ പറഞ്ഞാൽ ആഗ്രഹിച്ചതല്ല. എന്നാൽ എൻ്റെ ഭാര്യ കാരണമാണ് ഞാനിപ്പോൾ ഈ ഭാഗത്ത് വരെ ഇടയായിത്തീർന്നത്. താൻ അറിഞ്ഞ സത്യദൈവത്തിനു വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ധർമ്മരാജ് ഭാര്യ ഗീതയോടും മകൾ ഗിഫ്റ്റിയോടുമൊപ്പം ഇന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. പിന്തുടരും ക്ലേശമിന്നിൽ ലേശമില്ല നീശനെ ഞാൻ പിന്തുടരും എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ. ബാല്യകൗമാരങ്ങളിലെ നിരന്തരമായ കഷ്ടതകളുടെയും വേദനകളുടെയും മധ്യേ ക്രിസ്തുവിലൂടെ ലഭിച്ച ആശ്വാസവും സമാധാനവും തൻ്റെ ജീവിതത്തിലുടനീളം ക്രിസ്തുവിശ്വാസവും മുറുകെ പിടിച്ച് ജീവിതം തുടരുന്ന ധർമ്മരാജ് താൻ അറിഞ്ഞ സത്യദൈവത്തിനു വേണ്ടി ജീവിതം തുടരുകയാണ്.
കർത്താവിൻ്റെ വേലയ്ക്കുള്ളവനാണ്, നീ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങേണ്ടവനാണ്, എന്നാൽ അതിനുവേണ്ടി ഒരുക്കിക്കൊള്ളണമെന്ന് പറയട്ടെ. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഭാരത്തും സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ഞാൻ പലപ്പോഴും ഇതിനെ ഒഴിഞ്ഞു മാറി പോയിക്കൊണ്ടേയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ തലമുറ ഡോക്ടർ എഴുതി തലമുറ കിട്ടത്തില്ല എന്ന് വിധി എഴുതി. എന്നാൽ ആ തലമുറയില്ലാതെ കിട്ടില്ല എന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഒരിക്കലും ഇത്രയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞത് കാരണം ഒരിക്കലും ഉദരത്തിൽ കുഞ്ഞ് ജനിച്ചാലും 3 മാസത്തിനപ്പുറത്ത് ഉദരത്തിൽ കുഞ്ഞ് ജനിച്ചാൽ വളരത്തില്ല എന്ന് ഡോക്ടർ വിധി എഴുതി. അന്ന് ഞാൻ തീരുമാനിച്ചു, എന്നാൽ എൻ്റെ ഭാര്യയെ ജീവിച്ചിരിക്കുകയില്ല എന്ന് ഡോക്ടർ വിധി ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഒരു ദൈവദാസനോട് പറഞ്ഞൊരു കാര്യമൊന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു യഥാർത്ഥമായ ദൈവദാസനെ കണ്ടു. ദൈവദാസൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ നിത്യമായി ജീവിക്കും, നിങ്ങൾ വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഭാര്യ ജീവനുടെ തിരിച്ചു തന്നാൽ ഞാൻ കർത്താവ് എന്ത് പറഞ്ഞു അതുപോലെ ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ അങ്ങനെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ആ സ്ഥാനത്ത് നിന്ന് എൻ്റെ ഭാര്യയെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിത്തീർന്നു. ഡോക്ടർ പറഞ്ഞു ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഭാര്യ പൂർണ്ണ സൗഖ്യത്തോടെ ഭവനത്തിൽ വരികയായിത്തീർന്നു. എന്നാൽ എനിക്ക് തലമുറ ഇല്ലാത്ത സ്ഥാനം പറഞ്ഞു, എനിക്ക് കർത്താവ് മെഡിക്കൽ സയൻസ് വിധിയേരി എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ എന്നെ എവിടെ അയക്കും അവിടെ ചെന്ന് ഈ കർത്താവിൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞു കൊള്ളാമെന്ന് ദേവസ്വം ഉടമ്പടി എടുക്കാൻ വേണ്ടിയായിത്തീർന്നു. എന്നാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചില വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ കുഞ്ഞാരമൂട് എൻ്റെ ചെറുനാനേക്കുന്ന സത്യനേശൻ പാസ്റ്ററുടെ ചർച്ചിൽ എനിക്ക് പോകുവാൻ അവർ 40 ദിവസം ഉപവാസപ്രദം 7 ദിവസക്കാലം ശുശ്രൂഷിപ്പാൻ അവിടെ ഉപവാസപ്രദം നടക്കുകയിടയായിരുന്നു. അവിടെ വന്ന് ശുശ്രൂഷിക്കാൻ വന്നത് PB ആശാരി പാസ്റ്ററായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിക്കേണ്ട ഒരു വാക്ക് പറഞ്ഞത്, ഞാൻ എൻ്റെ ശുശ്രൂഷ ഇന്നിവിടെ നിർത്തുകയാണ്. ഞാൻ ഈ ശുശ്രൂഷ നിർത്തുന്നതിൻ്റെ അന്ന് ഞാൻ 10 പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാക്കിയിട്ട് പോകുമെന്ന് പറയുകയാണ് തീരുന്നു. എന്നാൽ ദൈവദാസൻ എണീറ്റിട്ട് എൻ്റെ പേരും സ്ഥലവും പറഞ്ഞ് എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാക്കുമ്പോൾ 1ാമത്തെ ആളോ നീയാണെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ എൻ്റെ പ്രതീക്ഷ ഇതാണ്, ഈ 40 ദിവസം പ്രവാസത്തിൽ എൻ്റെ ഭാര്യ അപ്പോഴും പ്രഗ്നൻ്റ് ആയിരുന്നു. 3-4 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഞാൻ ആശുപത്രി. എന്നാൽ കർത്താവ് തലമുറയിൽ നിന്ന് ഞാൻ സുവിശേഷ വേല ചെയ്തുകൊള്ളാമെന്ന് ദൈവത്തോട് തീരുമാനം എടുക്കാൻ ഇടയായിത്തീർന്നു. ആ തീരുമാനമെടുക്കുന്ന സ്ഥാനത്ത് ജന കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു ഇടയായി. ചില വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ എനിക്ക് ആഗ്രഹിക്കാത്തവണ്ണം കർത്താവിൻ്റെ പ്രയോജനപ്പെടുവാൻ കഴിയാത്ത വണ്ണം വളരെ ദുഃഖത്തിനെയും നിരാശയുടെയും വേദനയുടെ അവസ്ഥയിൽ എന്നെ മാടി വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രശ്നവും പ്രതികൂലവും പ്രതിസന്ധിയും നടുവിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒത്തവണ്ണം ഞാൻ ഇന്ന് പ്രസ്ഥാനത്ത് നിന്ന് എനിക്ക് ആത്മീയമായിട്ട് വളരുവാനോ കർത്താവിൻ്റെ പ്രയോജനപ്പെടാനോ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് ഞാൻ നിലവിളിച്ചു. എന്നാൽ എനിക്ക് വചനം വായിക്കണമെന്ന് പ്രാർത്ഥിക്കണം, ആരാധിക്കണമെന്നുണ്ട്, കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്. എന്നാൽ എനിക്ക് അവസരങ്ങൾ ലഭിക്കാതെ വരെ കഷ്ടപ്പെട്ടു. എന്നാൽ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ ഞാൻ എൻ്റെ മാതൃസഭയിൽ നിന്ന് ശരിക്ക് ആത്മീയ വളർച്ച കിട്ടാതെ വളരെ വേദനിച്ച കാലങ്ങൾ ഏറെയായിരുന്നു. അകത്ത് സുവിശേഷ വേലയുടെ ആഗ്രഹമുണ്ട്. എന്നെ കരം പിടിച്ചെഴുത്തിപ്പാൻ സുവിശേഷ മേലെ കൊണ്ടുവരാൻ ആരുമില്ല, പ്രാർത്ഥിക്കുവാനോ ഒന്ന് സപ്പോർട്ട് സഹായിക്കാനോ ആരുമില്ലാത്ത വേദനയുടെ അവസ്ഥയിൽ ആയിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവം എന്നെ പിന്നത്തേൽ ചില കാര്യത്തിനിടയായിരുന്നു. എന്നാൽ എനിക്ക് ഏറെ ആഗ്രഹമുണ്ടായി. ഞാൻ സുവിശേഷ വേല ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് ഞാൻ ജോലി മേഖലയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു മെഷീൻ എടുത്തിട്ട് ഒരു നിത്യമൊരു വരുമാനം കിട്ടും, ആരുടെയും മുമ്പിൽ ആശ്രയിക്കാതെ നിത്യൊരു വരുമാനം കണ്ടെത്തി അതിൽ നിന്നും ചിലവിട്ട് ജോലി ചെയ്യണം സുവിശേഷ വേല ആഗ്രഹമായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞു, എൻ്റെ കുഞ്ഞ് ലഭിച്ചു. അവിടെ നിന്നുകൊണ്ട് ഞാൻ എവിടെ ഭാവിയെ കാര്യം കൂടെ നോക്കണം. എന്നാൽ ഏറെ വരുമാനമില്ലാത്തത് കൊണ്ട് ജോലി ചെയ്ത് അതുകൊണ്ടുകൂടി പൗലോസ് കൂടാരപ്പണി ജോലി ചെയ്ത് സുവിശേഷ വേല ചെയ്തതുപോലെ ഞാനും കർത്താവിൻ്റെ വേല ചെയ്തതോടൊപ്പം ജോലിയും കൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാൽ എന്നെ അയക്കുന്ന സ്ഥാനത്ത് കർത്താവിനെ ഉയർത്തും. എനിക്ക് തരുന്ന സാക്ഷ്യം, ദൈവം തരുന്ന ഒരാഴ്ചക്കാലം വരുന്ന പ്രാർത്ഥിച്ച് ദൈവം ഏത് സ്ഥലത്താണോ ദൈവശബ്ദം അറിയിക്കുന്നു അവിടെ ചെന്ന് കർത്താവിൻ്റെ സാക്ഷ്യമായി നിൽപ്പാൻ എനിക്ക് ഒത്തിരി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ നിലവാരത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് പോയ അവസരം ശരിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലും എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ദൈവദാസന്മാരെന്നെ വിളിക്കാറുണ്ട്. അവിടെ ചർച്ചിലെ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ എന്നെ വിളിക്കും, മറ്റ് മീറ്റിംഗ് എന്നെ വിളിക്കുക, അവസരം കിട്ടുമ്പോൾ എന്നെ വിളിക്കുകയും ചെയ്യും. അവിടെ കർത്താവിൻ്റെ വേല നിങ്ങൾ എന്നെ അറിയിക്കുന്ന ദൈവശബ്ദം പറയുകയും ചെയ്യുമായിരുന്നു. ഒത്തിരി നമ്മൾ കരയുവാൻ തുടങ്ങി. കർത്താവിൻ്റെ എവിടെ എന്താ ചെയ്യേണ്ടത്? എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം, എനിക്കിത് പുറത്തു വരേണ്ട ആവശ്യമാണെന്ന് കരയാൻ തുടങ്ങി. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് പിന്നത്തേതിൽ പല നിലവാരങ്ങളിലും ദൈവദാസന്മാരെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാനിടയായിത്തീർന്നു. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് ഒരു ദൈവദാസനെ കണ്ടെത്തി ആ ദൈവദാസനോടെ സഭാ ചാർജിൽ നിൽക്കുവാനും ഗിൽഗാൻ എന്ന പ്രസ്ഥാനത്തോടെ ചേർന്ന് നിൽപ്പാനും അതിനുവേണ്ടി പ്രവർത്തിപ്പാനും എനിക്ക് ദൈവ അവസരം. അങ്ങനെ ഞാൻ നാളുകളിൽ ഗിൽഗാൻ എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ വേലയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം എന്നോട് കർത്താവ് പറഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്. എന്നാൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ തയ്യാറായില്ല. ദൈവം നമ്മോടെന്ത് പറഞ്ഞാലും, ദൈവത്തോട് നാം എന്ത് പറഞ്ഞാലും ചെയ്തില്ല എങ്കിൽ ദൈവം ആ നിലവാരത്തിൽ നമ്മെ കൊണ്ടുവരും. എന്നാൽ അത് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വാക്കിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മളോട് പറഞ്ഞത് നമ്മൾ അക്ഷരം ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവം നമ്മോട് പറഞ്ഞത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ അങ്ങനെയാണെങ്കിൽ നാം ദൈവം നമ്മോട് പറയുന്നതും ദൈവത്തോട് നാം പറയുന്നതും നാം ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ
അതുപോലെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം വിടുവിക്കാൻ വിശ്വസ്തനാ. എന്നാൽ ആ തലമുറയില്ലാത്ത സ്ഥാനം ദൈവം തലമുറയെ തന്നു. എന്നാൽ കർത്താവിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടുവാൻ തയ്യാറായപ്പോൾ ദൈവം എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. ഞാൻ അതുപോലെ തന്നെ ഇത്രയും ടീം വർക്കുകൾ എനിക്ക് വർക്ക് ചെയ്യാൻ എനിക്ക് ദൈവം അവസരം തന്നു. എന്നാൽ എന്നെ അയക്കുന്ന സ്ഥാനത്ത് എന്നെ അയച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തത ചെയ്തു പോകുന്നു. അതുപോലെ തന്നെ ആന്ധ്രയുടെ പ്രദേശത്തൊക്കെ എനിക്ക് ശുശ്രൂഷിപ്പാൻ അവസരം തന്നു. അവരെ പല ടീം വർക്കുകളോട്ട് എനിക്ക് പരസ്യയോഗങ്ങളും മറ്റ് ശുശ്രൂഷകളും എനിക്ക് അവസരം തന്നു. എന്നാൽ അതുപോലെ തന്നെ എനിക്ക് പല പ്രാവശ്യങ്ങളിലും ദൈവ ശബ്ദം കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് എന്നെ ഏറെ വേദനിപ്പിച്ച അവസ്ഥ ഇതാണ്. മക്കളില്ലാത്ത സ്ഥാനം നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നതിനായിരുന്ന കാലഘട്ടങ്ങളിലും ദൈവം എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. എന്നാൽ ഞാൻ അയക്കുന്ന സ്ഥാനത്ത് ഞാൻ പറയുന്ന അതുപോലെ അക്ഷരം അനുസരിക്കുകയും പറയുകയും ചെയ്യണ തയ്യാറാണ്. ഞാൻ ചില സ്ഥലങ്ങളിൽ തലമുറയില്ലായിരുന്ന സ്ഥാനത്ത് ഞാനൊരു ഭവനത്തിൽ ഞാൻ സഹോദരിയോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തലമുറയില്ല, നിങ്ങൾ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എന്നോട് ദൈവം പറഞ്ഞു ആ ഭവനത്തിൽ പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ പ്രത്യേകിച്ചും ആ ഭവനത്തിൽ ചെന്ന് ആ സഹോദരിയോട് ഈ സുവിശേഷം പറയാതെ CSI ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന ഒരു സഹോദരിയായിരുന്നു. ആ സഹോദരി ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങളെ സുവിശേഷം പറയാനോ പള്ളിയിൽ വിളിക്കാനോ പറയരുത്, നിങ്ങൾ അതിനു വേണ്ടിയാണ് ഇന്ന് സംസാരിക്കേണ്ട. ഞാൻ ചോദിച്ചു, എനിക്ക് ദൈവം എന്നൊരു സാക്ഷ്യമുണ്ട്, സഹോദരി കേൾക്കാൻ തയ്യാറാണോ? ഒരു 10 മിനിറ്റ് സമയം എനിക്ക് തരാമോ? ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷ്യം സഹോദരിയോട് പറയാതെ തീർന്നു. ആ സഹോദരി മൗനമായിരുന്നു. ഞാൻ പറഞ്ഞു, ഒറ്റവാക്ക് പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് തലമുറ തരുമെന്ന് വിശ്വസിക്കുക, എന്നാൽ പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ചില മാസങ്ങൾ കഴിഞ്ഞു, എനിക്കൊരു സന്തോഷത്തിനിടയായി അത് തലമുറയെ കൊടുക്കാൻ ദൈവമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കഴിവ് എടുക്കുകയല്ല. പ്രിയ ദൈവപതിലെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തെ നമ്മൾ വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തെ കൊണ്ട് സകലവും കഴിയും. എന്നാൽ ലോകത്തെ ഒരിക്കലും ഈ മാർഗം സ്വീകരിക്കാനോ ഇത് ചെയ്യുവാനോ കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുക ആ സാഹചര്യമില്ലാത്ത സ്ഥാനത്ത്, ഒരു അഗ്ഗതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്നെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ ആക്കി വെച്ചു. അതെൻ്റെ കഴിവെടുക്കുകയല്ല, ഞാൻ ഒരിക്കലും ഇത് ചെയ്യുവാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. എന്നാൽ നമ്മുടെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം. നാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ കരം പിടിച്ചുയർത്തും. അത് നിശ്ചയമാണ്. മനുഷ്യരാൽ അസാധ്യം, സകലവും ദൈവത്താൽ സാധ്യം. ഇന്ന് സാധ്യമാണ്. എന്നാൽ ദൈവത്തെ കൊണ്ട് കഴിയാത്തൊന്നുമില്ല. നാളുകൾ ദൈവത്തിന് വേണ്ടി എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം, ഞാൻ കർത്താവിന് പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് താരങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കരം പിടിച്ച് എഴുതിപ്പിക്കുന്ന ദൈവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചുരുങ്ങിയ വാക്കുകൾ വയ്ക്കുന്നു. കിങ്ഡം ഗിൽഗാൽ മിനിസ്ട്രി എന്ന സംഘടനയോടൊപ്പം ചേർന്ന് വടക്കേ ഇന്ത്യൻ സുവിശേഷ വയലുകളിൽ നിരന്തരമായ സഞ്ചാര സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ധർമ്മരാജ്. താൻ അറിഞ്ഞ സത്യദൈവത്തിനു വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു സ്നേഹത്തിൽ ജീവിതം തുടരുന്ന സഞ്ചാര സുവിശേഷകൻ പാറശാല സ്വദേശി ധർമ്മരാജിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും. ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു.
യേശു മാത്രം